ഹായ് ഓൾ, ഇത് നമ്മുടെ ലാസ്റ്റ് സാറ്റർഡേ ബ്ലോഗാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും രാവിലെ റെഡിയായിട്ട് എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇതിലിട്ടേക്കുന്നത് ഈ ചുരിദാറുണ്ടല്ലോ, ഇതൊരു ഫേമസ് യൂട്യൂബറിൻ്റെ റിവ്യൂ കണ്ടിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച. സത്യം പറയാലോ, ഒന്നിനും കൊള്ളത്തില്ല, ലോ ക്വാളിറ്റിയാണ്. ഷാളാണ് ഒട്ടുമേ കൊള്ളത്തില്ല. കുറച്ചെങ്കിലും ഒക്കെ ജെന്യൂൻ ആകാമല്ലോ അല്ലേ. അച്ഛമ്മയ്ക്ക് പെൻഷൻ്റെ എന്തോ പേപ്പറുകൾ റെഡിയാക്കാനുണ്ട്. പെട്ടെന്നാണ് അറിഞ്ഞത്, അതുകൊണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള പോക്കല്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ അമ്മമ്മയുണ്ടല്ലോ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കും എല്ലാ ഗ്രാൻഡ് പേരൻസിനും പണി കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ണിക്കുട്ടൻ്റെയും ദേവി ചേച്ചിയുടെ ഏറ്റവും വലിയ പരിപാടി. അതെ, പിന്നെ നമ്മൾ എയർ ഇന്ത്യയുടെ ടിക്കറ്റാണ് സെലക്ട് ചെയ്ത്. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് കൊക്കിലൊതുങ്ങുന്നതല്ലേ നമുക്ക് കൊത്താൻ പറ്റുള്ളൂ. ഒമാൻ എയർ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇൻഡിഗോയുടെ ടൈമിങ്ങും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എയർ ഇന്ത്യയുടെ 7 kg ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് അകത്ത് കയറാം, ചെക്ക് ഇൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, എല്ലാത്തിനും കൂടെ നിൽക്കാം. പിന്നെ ഞാൻ അച്ഛമ്മയ്ക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്തിനാണോ എന്തോ ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെക്കാട് കൂടുതൽ കറക്റ്റായിട്ട് അറിയാവുന്ന ഇവർക്കായിരിക്കും. അവരാണല്ലോ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളതും വന്നിട്ടുള്ളതും. അങ്ങനെ അച്ഛമ്മ ഞങ്ങൾക്കെല്ലാം ഓരോ ഉമ്മ തന്നു പോയപ്പോൾ അമ്മമ്മ ചോദിച്ച് വാങ്ങിച്ചാണ് ഒരു ഉമ്മ. ദേവക്കുട്ടന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അച്ഛമ്മ പോയപ്പോഴത്തേന്. ഉണ്ണിച്ചനെന്നാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കഞ്ഞിയും പയറും തേങ്ങാപ്പാൽ വേവിച്ച് സെറ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് നാരങ്ങ അച്ചാറും ഒരു പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ച്, കൂടെ ഒരു മുളകും ഉണ്ട്. ഇരിക്കട്ടെ എന്ന് ഒരു സന്തോഷത്തിന്. ഗ്യാസ്ട്രൈറ്റിസിൻ്റെ സൈഡ് ഒരു വശത്തുണ്ടേ, പക്ഷെ ഞാൻ മുളക് അവിടെ വെച്ചെന്നേ ഉള്ളൂ, കഴിക്കത്തില്ല. ഇവിടെ കിട്ടുന്ന പപ്പടം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പൊങ്ങിയാ പൊങ്ങി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.